ബഹുമാന്യരായ സഹോദരങ്ങളും സഹോദരിമാരെ, ഹജ്ജിന്റെ മാസത്തിലാണ് നമ്മളുള്ളത്. ആദരണീയനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കുടുംബവും മഹദി ഹജറ റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സാറ ബീവി റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ ചരിത്രങ്ങളെ ഓർക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ട മാസത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സന്ദർഭത്തിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ചില നബിമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് പഠിക്കാനും ഓർമ്മിക്കാനും പറയാനും പ്രഖ്യാപിക്കാനും ആലോചിക്കാനും ഒക്കെ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സൂറ മറിയമിൽ വദ്കുർ കിതാബി ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിനെ കുറിച്ച് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കുക. ദിക്ർ എന്താണ് എന്ന് വിശുദ്ധ ഖുർആനെ മുന്നിൽ വെച്ചുകൊണ്ട് പല സന്ദർഭത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേവലം ഇബ്രാഹിം 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 എന്ന് പറയുന്നതിനെല്ലാം ഇബ്രാഹിമിനെ ദിക്ർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ അറിയുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ നിരന്തരമായി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ ലോകത്തോട് പറയുക. ഇതൊക്കെ അറബിയിൽ ദിക്ർ എന്ന പദത്തിൻ്റെ അർത്ഥമാണ്. അല്ലെങ്കിൽ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ നിങ്ങൾ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അതുപോലും അതല്ല ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. കേവലം ഇരുന്നിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ല, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബിയെ ദിക്ർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും പാഠങ്ങളും സന്ദേശങ്ങളും വ്യക്തികൾ എന്നുള്ള നിലക്കും കുടുംബം എന്നുള്ള നിലയ്ക്കും സംഘടനകളും സംവിധാനങ്ങളും സമുദായവും എന്നുള്ള നിലക്കുമൊക്കെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുകയും അറിയുകയും പറയുകയും പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യേണ്ട ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എന്നുള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ എല്ലാ കാര്യങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉള്ളത്, ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സന്ദർഭമായി ഈ കാലത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക ചരിത്രത്തിലുമൊക്കെ എന്താണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വന്നിട്ടുള്ളത്, അത്തരം ഭാഗങ്ങൾ വിശദമായി പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള സന്ദർഭമായി ഈ ദുൽഖഅദ് ദുൽഹജ്ജ മാസങ്ങളെ നമ്മൾ പ്രയോഗപ്പെടുത്തണം. വർത്തമാനകാലത്തിൻ്റെ അനുഭവങ്ങളെയും അവസ്ഥകളെയും സാഹചര്യങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കുന്നതിന് എന്ത് നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നാമത്തെ നബി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മൂസാ നബിയുടെ ചരിത്രവും ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത എപ്പിസോഡുകളായി വ്യത്യസ്ത സ്വഭാവങ്ങളിൽ പല സ്ഥലങ്ങളിലായി വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഏത് കാലഘട്ടത്തിലെയും ഇസ്ലാമിക ഉമ്മത്തിലെ വ്യക്തികൾക്ക്, പ്രബോധക സംഘങ്ങൾക്ക്, പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക്, അപ്പോഴേക്കേ പ്രവാചകന്മാർക്ക് പ്രസക്തിയുള്ളൂ. നബിമാരുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, ആർക്കും ഒരു ഗുണം കിട്ടാൻ പോണില്ല. വിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ പ്രബോധകന്മാരാകുന്നതിന് വേണ്ടിയാണ്, നിങ്ങളൊരു പ്രസ്ഥാനത്തിൻ്റെയും ദർശനത്തിൻ്റെയും ആശയത്തിൻ്റെയും വക്താക്കളാകുന്നതിന് വേണ്ടിയാണ്. ലോകത്തെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലതോ ചീത്തയോ ആയ ഏതെങ്കിലും നബിമാരുടെയും, അല്ല ഈ അള്ളാഹു അയച്ച നബിമാരെ കുറിച്ചെല്ലാം പറഞ്ഞത്,
കള്ളപ്രസലുകളുണ്ടാകും, കള്ള നബിമാർ, വ്യാജ നബിമാർ, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ശരിയല്ലാത്ത പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് കടന്നു വരുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ദർശനങ്ങളും ഒക്കെ കള്ളപ്രസ്ഥാനങ്ങളാണ്, കള്ളപ്രവാചകന്മാരാണ്. ഏത് പ്രശ്നമാണെങ്കിലും ശരി, ആരാധന മുതൽ അടുക്കള വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ അത്യന്താധുനിക പ്രശ്നങ്ങൾ മുതൽ ഏതൊരു സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നവരൊക്കെ പ്രവാചകന്മാരും ദർശനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെയാണ്. പക്ഷെ കള്ളത്തരങ്ങളായിരിക്കും. അതുകൊണ്ട് പ്രവാചകന്മാർ എന്തിനു വന്നു? എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത്. ആരും വെറുതെ ഇരിക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള അജണ്ടകളും പ്രൊജക്റ്റുകളും ദീർഘവീക്ഷണമുള്ള നടപടികളുമൊക്കെയായി ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവർ നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പണിയെടുക്കാത്ത വല്ല കൂട്ടരുണ്ടെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തായിരിക്കും. കാര്യമായ പണിയൊന്നും എടുക്കാത്തത്. എടുക്കണ പണി എന്താന്ന് വെച്ചാൽ തമ്മിൽ തല്ലുക, ചേരി തിരിയുക, കൂട്ടം തെറ്റിപ്പോവുക, അടിപിടി കൂടുക. അതിന് വഖഫിന്റെ പ്രശ്നത്തിലാണെങ്കിലും ശരി, മുസ്ലിം ഐക്യത്തിന്റെ പ്രശ്നമാണെങ്കിലും ശരി, ഏത് വിഷയത്തിലാണെങ്കിലും പരസ്പരം ചേരി തിരിയാനാണ് ഈ ഉമ്മത്ത് തീരുമാനിച്ചിട്ടുള്ളത്. നിൽക്കട്ടെ ഭാഗം പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതോ ആത്മീയവാദികളും സമാധാനവാദികളും വളരെ വലിയ വിശുദ്ധന്മാരും വിരക്തന്മാരും ഒക്കെയായി ജീവിച്ച കുറെ പുണ്യപുരുഷന്മാരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനൊന്നുമില്ല നബിമാരെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നബിമാരെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണല്ലോ, ഈമാൻ കാര്യത്തിന്റെ ഭാഗമാണല്ലോ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി. അതിനാണ് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പല വേറെ രീതിയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു, മലക്കുകൾ, വേദഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ, ഇതിൽ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ഒരു സാധനം പ്രത്യേകമായി മനസ്സിൽ സന്നിവേശിപ്പിച്ചു വെക്കുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അല്ലാതെ ഈമാ കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലി പറഞ്ഞിട്ട് എന്താ കാര്യം? 6 ഈമാ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് എങ്ങനെ അത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ പറയണം. അല്ലാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങൾ കിതാബുകളിൽ വിശ്വസിക്കുക, ആഖിറത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയൊക്കെ അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എന്താ സംഭവിക്കാനിരിക്കുന്നത്? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾ കിഴക്കും പടിഞ്ഞാറൊന്നും തിരിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. എല്ലാ മതവിഭാഗങ്ങളും, ലോകത്തെ എല്ലാ മതവിഭാഗങ്ങളും വലിക്കുല്ലി ഉമ്മത്തിൻ ഹുവ മുവല്ലേഹ, എല്ലാവർക്കും ചില ദിശകളുണ്ട്. അവിടേക്ക് തിരിഞ്ഞിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ലോകത്തെ മതവിശ്വാസികളൊക്കെ തന്നെ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഒക്കെ ആയിട്ട് പ്രത്യേകമായ പുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണെങ്കിൽ സത്യവിശ്വാസികളെ വിളിച്ചിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിയുന്നതിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും ശരി, നിങ്ങൾ എവിടേക്ക് പുറപ്പെട്ടു പോയാലും ശരി, എന്തിനു പുറപ്പെട്ടാലും ശരി, എങ്ങനെ പുറപ്പെട്ടാലും ശരി, ധാരാളം വിശദാംശങ്ങൾ അതിലൊക്കെ ഉണ്ട്. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക, പല പല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. വ്യത്യസ്തമായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വീട്ടിലെ കുടുംബങ്ങൾ, മക്കൾ, ഇണകൾ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പഠനം, നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ കല, നമ്മുടെ സാഹിത്യം, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ തൊഴില്, നമ്മുടെ വാണിജ്യം, നമ്മുടെ സാമ്പത്തികം, ലോകത്തെ എല്ലാ മനുഷ്യരും ഇത്തരം കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു വീടിനും ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. സാമ്പത്തിക കാര്യങ്ങൾ, സാമൂഹിക കാര്യങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, അനുഷ്ഠാന കാര്യങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, അയൽപക്കങ്ങൾ, സമൂഹം, അതിന്റെ ബന്ധങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ,
നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ പുറപ്പെടുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാനാണ്. നിങ്ങളുടെ വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നോ നമ്മൾ പുറപ്പെട്ടു പോകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയും ഇത്തരം ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനാണ്. ഇതിന് മുന്നിൽ വെച്ചിട്ടല്ല പറയാം, നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും ശരി, എങ്ങോട്ട് പുറപ്പെട്ടാലും ശരി, എന്തിനു പുറപ്പെട്ടാലും ശരി, നിന്റെ മുഖത്ത് നീ തിരിക്കണം. മസ്ജിദുൽ ഹറാമിന്റെ നേരെ. അതിന്റെ പ്രയോഗത്തിന്റെ പ്രതിനിധീകരണമോ പ്രതീകാത്മകമായ പ്രവർത്തനമോ ആണ് നമസ്കാരത്തിൽ ഖിബലക്ക് നേരെ തിരിയുക എന്നുള്ളത്. അതിന്റെ ഫർളാണ്. നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഫർളുകൾ പറഞ്ഞെടുത്ത് ഫർള് നമസ്കാരങ്ങൾ ഖിബലക്ക് നേരെ തിരിഞ്ഞ് അറിയുകയും തിരിയുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ദിശയറിയാതെ വഴി അറിയാതെ കിഴക്കും പടിഞ്ഞാറൊന്നും തിരിയാത്ത സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാത്തപ്പോഴൊക്കെ നിങ്ങൾ കഅബയെ, മസ്ജിദുൽ ഹറാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഖിബലക്ക് നേരെ തിരിയണം. ലോകത്തെ എല്ലാ വിഭാഗങ്ങളും എവിടേക്കെങ്കിലുമൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിയുന്നതിന് വേണ്ടി വ്യത്യസ്തമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും സ്ഥാപനങ്ങളും സാമഗ്രികളും ഒക്കെ സംഘടനകളും പ്രസ്ഥാനങ്ങളും മതങ്ങളും സമൂഹങ്ങളും ഗവൺമെന്റുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെ തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ഈ തിരിഞ്ഞു നിൽക്കുന്നതിന്റെ സ്വഭാവത്തിൽ വലിയ പ്രതിമകൾ, വലിയ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ, ലോകത്ത് പല രീതിയിൽ മനുഷ്യരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനെ പ്രതീകാത്മകമായി അവന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലോകത്തെ വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും രാഷ്ട്രങ്ങളും സമൂഹങ്ങളും മതങ്ങളും ഒക്കെ പല സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പലതിനും പലതിലേക്കും തിരിഞ്ഞുകൊണ്ടാണ് മനുഷ്യന്മാർ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞതിന്റെ മർമ്മമുണ്ട്. എല്ലാവർക്കും ഒരു ദശയുണ്ട്, ദിശയുണ്ട്. വലികുല്ലി വിജ്ഹത്തിൻ ഹുവ മുവല്ലിഹ. ലോകത്തെ എല്ലാ വിഭാഗങ്ങളും എന്തെങ്കിലും ഒന്നിനെ കിബിലയാക്കിക്കൊണ്ട് അങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം വഷളായിരിക്കും, തമ്മാടിത്തരമായിരിക്കും, നിഷേധമായിരിക്കും, അക്രമമായിരിക്കും, അതിക്രമവും പലതരത്തിലുള്ള വഷളൻ അജണ്ടകളെ കിബിലയാക്കി വെച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. വളരെ നല്ല ധാർമ്മികവും സാമൂഹികവുമായ സംഗതികളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. എങ്ങോട്ടെങ്കിലുമൊക്കെ നിങ്ങൾ തിരിയണം. ഇത് പറഞ്ഞിട്ടല്ല പറയണത്, വലികുല്ലി വിജ്ഹത്തിൻ ഹുവ മുവല്ലിഹ ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്മയിലേക്ക് മുന്നിടണം. കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയ്ക്ക് വേണ്ടിയുള്ള മത്സരമായിരിക്കണം. ഞങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നു, ഞങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വന്ദനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ തെക്ക് ദിശയാക്കിയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും കുമ്പസാരങ്ങളും ഒക്കെ നടത്തുന്നത്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഫസ്തബിഖുൽ ഖൈറാത്ത്, ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണോ? മൂല്യങ്ങൾക്ക് വേണ്ടിയാണോ? മനുഷ്യരെ നന്മയിൽ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള, അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിടത്ത് ആവർത്തിക്കുന്നുണ്ട്. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം ഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും നിങ്ങൾ ആകെ നട്ടം തിരിയുന്നവരായിട്ട് ജനങ്ങൾക്ക് തോന്നരുത്. ബിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ ഇല്ലല്ലദീന ളലമൂ മിൻഹും. ഇവർക്ക് തിരിയാൻ സ്ഥലമില്ല. എന്തിനാണ് ഇവർ തിരിയുന്നത് എന്ന് ഇവർക്കറിയില്ല. എങ്ങോട്ടാണ് ഇവർ തിരിയുന്നത് എന്ന് ഇവർക്കറിയില്ല. ദിശയില്ലാത്ത, വഴിയില്ലാത്ത, സൂചകങ്ങളില്ലാത്ത, അടിസ്ഥാനങ്ങളില്ലാത്ത, വട്ടം കറങ്ങി വഴിതിരിഞ്ഞ് കറങ്ങി വീണുകൊണ്ടിരിക്കുന്ന ഇതാവരുത്. ജനങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട്. അവരുടെ അങ്ങോട്ടാണ് അവർ തിരിയുന്നത്. അതാണ് അവരുടെ ദിശ, അതിലാണ് അവരുടെ അടിസ്ഥാനങ്ങൾ ഉള്ളത്. ഇതൊക്കെ പ്രതീകാത്മകമായ പ്രയോഗങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും, നിങ്ങൾ എവിടേക്ക് പുറപ്പെട്ടാലും നിങ്ങളുടെ കച്ചവടം മസ്ജിദുൽ ഹറാമിനെ പ്രതിനിധീകരിക്കണം, കഅബയെ പ്രതിനിധീകരിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയം കഅബയെ പ്രതിനിധീകരിക്കണം.
മസ്ജിദുൽ ഹറാമിനെ പ്രതിനിധീകരിക്കണം. നിങ്ങളുടെ സാമ്പത്തിക നിലപാടുകളും നടപടികളും കഅബയെ പ്രതിനിധീകരിക്കണം, മസ്ജിദുൽ ഹറാമിനെ പ്രതിനിധീകരിക്കണം. നിങ്ങളുടെ കുടുംബ, മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, സദാചാരം, സാമൂഹിക കാര്യങ്ങൾ ഇതൊക്കെ എന്തായിരിക്കണം? മസ്ജിദുൽ ഹറാം പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളുടെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം. ഈ ഭവനം എന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത്, എന്തിനെയാണോ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തിനെയാണോ പ്രബോധനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനായിട്ടായിരിക്കണം നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. നിങ്ങൾ എവിടെയാണെങ്കിലും, ഇത് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യമാണ്. ഇതൊക്കെ ചുളൂലങ്ങനെ കാബ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് തടി എടുത്തിട്ട് മുസ്ലിങ്ങളാണ് എന്നൊക്കെ ഉള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ലോകത്താൽ ആരും സമ്മതിക്കൂല. വിവരമില്ലാതെ, അറിവില്ലാതെ, ആഴമില്ലാതെ ഞാൻ ആ പാർട്ടിയുടെ ആളാണ്, ആ മതത്തിന്റെ ആളാണ്, ആ സ്ഥാപനത്തിന്റെ ആളാണ്, ആ സംവിധാനത്തിന്റെ ആളാണ്, ആരാണ് അംഗീകരിക്കുക? ചിലപ്പോ വോട്ടും പണവും പിരിവൊക്കെ നടത്തുമ്പോൾ ചിലപ്പോ ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് ചിലപ്പോ അതിന്റെ നേതാക്കന്മാർ പറഞ്ഞേക്കാം. നേതാക്കന്മാർക്ക് പോലും ആ ടീമിനെ കാണുമ്പോൾ പുച്ഛം തോന്നും. ഒരു കഥയൊന്നുമില്ല, ഇവർക്കൊന്നും അറിവില്ല, എന്തിനാണ്, എവിടേക്കാണ്, എങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണയില്ല. അതുകൊണ്ട് ഹജ്ജും ഖിബലയും കഅബയും മസ്ജിദുൽ ഹറാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിലെ കഅബയെ ഖിബലയാക്കി തന്നെയാണോ നമ്മുടെ മത, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, കലാ, സാഹിത്യ, കുടുംബ, സദാചാര, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും നമ്മൾ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിക്കുകയും പിന്നീട് നമ്മളെ വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ ഒരു തത്വത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവതരിപ്പിച്ചിട്ടുള്ള ജീവിതക്രമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതാണ് നിങ്ങൾ കിബിലക്ക് തിരിയണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അല്ല ഇവിടെ ഇരുന്നിട്ട് നേരെ മുന്നിൽ, ഇത് നിർബന്ധമാണ്. പക്ഷെ ഇങ്ങോട്ടാണ് തിരിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോണില്ലേ ലോകത്ത്. കഅബ എന്തിനാണെന്നറിയണം, മസ്ജിദുൽ ഹറാം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നറിയണം, എന്തായിരുന്നു ചരിത്രത്തിൽ അതിന്റെ ദൗത്യം എന്നറിയണം, ഇനി എന്താണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്നറിയണം. എന്നിട്ട് നിങ്ങൾ കിബിലക്ക് നേരെ തിരി, എല്ലാ വിഷയത്തിലും നിങ്ങൾ കിബിലക്ക് നേരെ തിരി. അത് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറഞ്ഞത്, ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ തിരിഞ്ഞിട്ട് കുറെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിർവഹിക്കലാണ് പുണ്യം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? വർത്തമാനകാലത്തെ മത, രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും സ്ഥിരമായ രീതികളും ശൈലികളും അതിലെ പുതുമകളും ഒക്കെ പരീക്ഷിച്ചുകൊണ്ട് ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ, അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാതെ, അതിന്റെ സന്ദേശങ്ങളെയും ദൗത്യങ്ങളെയും നമ്മളിലേക്ക് പകർന്നു തരാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കെട്ടുകാഴ്ചകളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മത, രാഷ്ട്രീയമൊക്കെ നമ്മൾ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ലാഹുവിന്റെ അടുത്ത് ചിലപ്പോവില്ല. ഇത് അല്ലാഹ് പറയണം, ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ഇതെന്ന വിഷയം വേറൊരു കോലത്തിൽ അല്ലാഹ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, അതിന്റെ നിർമ്മാണങ്ങൾ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന വമ്പിച്ച നടപടിക്രമങ്ങൾ, ആരാധനാലയങ്ങളെ സംരക്ഷിക്കലും നിർമ്മിക്കലും ഒക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അജഅൽതും സിഖായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കല്, അതുപോലെ തന്നെ കഅബയുടെ സംരക്ഷണം, അതിനെ കില്ല കെട്ടിക്കൊടുക്കല്, ഹാജിമാർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കല്. ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനെ തോൽപ്പിക്കാൻ ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ, ഞങ്ങളാണ് ഈ കഅബയെ പരിപാലിക്കുന്നത്, വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാ. ഇത്ര ഗംഭീരമായി കഅബയെ അറബ് സമൂഹത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഞങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോ തന്നെ അതിന്റെ അപ്പുറത്ത് അല്ലാഹ് പറയാണ്, അജഅൽതും സിഖായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദി. പള്ളികളുടെ എടുപ്പുകൾ ഉണ്ടാക്കലും അതിന്റെ പരിപാലനവും ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും ഒക്കെയാണ് വലിയ പുണ്യം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അബൂജഹലും അബൂലഹബും വലീദ് ഇബ്നു മുഗീറ ഒക്കെ
ലോകത്തിലെ പല മതനേതൃത്വങ്ങളും മതത്തിന്റെ അവകാശികളായി ചമയുന്നത് ആ ആരാധനാ കേന്ദ്രങ്ങളുടെയും അനുഷ്ഠാന കേന്ദ്രങ്ങളുടെയും സംരക്ഷകന്മാരും പരിപാലകന്മാരും ഞങ്ങളാണ് എന്ന പ്രഖ്യാപനത്തിലാണ്. ഭൗതിക ഓഫീസുകൾ മുതൽ മതപരമായ കേന്ദ്രങ്ങളെ അടക്കം കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്നവർ പ്രത്യേക പദവികളും അവകാശങ്ങളും ഒക്കെ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, അങ്ങനെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും കാബയുടെ പരിപാലനവും ഒക്കെയാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് പോലെയാണ് അതെന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ആരാധനാലയങ്ങളുടെ പരിപാലനവും സംരക്ഷണവും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അപ്പോ കെട്ടുകാഴ്ചകളുണ്ടൊന്നും കാര്യം നടക്കൂല. കിഴക്കും പടിഞ്ഞാറൊന്നും തിരികലല്ല പുണ്യം. ഇത് പറഞ്ഞിട്ടല്ല പറയുന്ന പോലെ പിന്നെന്താണ് പുണ്യം എന്ന് പറയുന്നത്? അടിസ്ഥാനം അല്ലാഹു ആകണം. എല്ലാറ്റിലും അടിസ്ഥാനം അല്ലാഹു ആകണം. അല്ലാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ലാ ഹൗല വലാ ഖുവത ബില്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അല്ലാഹു ആണ്, അല്ലാഹു മാത്രമാണ്, അവനേ ഉള്ളൂ എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോണില്ല. പല സന്ദർഭത്തിലും പല രീതിയിലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതികമായ വിശകലനങ്ങൾ, ഭൗതികമായ വിലയിരുത്തലുകൾ, ദുനിയാവിലെ ലാഭനഷ്ടങ്ങൾ, ഇവിടെ ലഭിക്കുന്ന ഭൂരിപക്ഷവും ന്യൂനപക്ഷവും പേരും പ്രശസ്തിയും ഒക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡങ്ങളെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കാൾ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലാഹുവും മരണാനന്തര ജീവിതത്തെക്കാളും ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം. നിലവിലുള്ള മതസമൂഹങ്ങൾ മുതൽ മതേതര സമൂഹങ്ങൾ മുതൽ ശാസ്ത്ര വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത, വ്യക്തിപരമായിട്ടൊക്കെ വിശ്വസിക്കാം, സാമൂഹികമായിട്ട് അതൊരു പ്രക്രിയയാവുകയും മരണാനന്തര ജീവിത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നിടത്തല്ല ആളുകളുള്ളത്. അല്ല നമ്മളോട് പറയണത് അതാ. ജിഞ്ഞിപ്പോ എന്ത് മതവും രാഷ്ട്രീയവും കലയും സാഹിത്യവും വിദ്യാഭ്യാസവും ഒക്കെ നടത്തിക്കോ, അള്ളാന്റെ അടുത്ത് ഈ കളി ചെലവാകൂ? അള്ളാഹ്ക്ക് ഇത് ഇഷ്ടപ്പെടൂ? അള്ളാഹു പറഞ്ഞതാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തും ഏറ്റവും നിസ്സാരമായ ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങൾ മുതൽ നമ്മളെയൊക്കെ വിറപ്പിക്കുന്ന അതിഗുരുതരമായ ഭീകരാക്രമണങ്ങളും യുദ്ധങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത്. ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്താണ്? അല്ലാഹ് അറിയേണ്ടതുള്ളൂ. ദുനിയാവിൽ നിങ്ങൾ ജയിച്ചേക്കാം, നിങ്ങൾ തോറ്റേക്കാം, നിങ്ങൾ വഷളായേക്കാം, നിങ്ങൾ എല്ലാറ്റിന്റെയും മുകളിൽ കയറിയേക്കാം. വ്യക്തിക്കും സംഘങ്ങൾക്കും സമൂഹങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണിത്. വലിയവുമില്ല മരണാനന്തര ജീവിത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വൽ മലായികത്തി, മലക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഇത് പറഞ്ഞിട്ടാണ് കുതുബിഹി വറസുലിഹി, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കേവലം പറഞ്ഞു നടക്കേണ്ട, എവിടെയോ പാക്ക് ചെയ്ത് വെക്കേണ്ട ഒരു പ്രവർത്തനമല്ല. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കൽ മുതൽ ലജ്ജയും നാണവും അടക്കം വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിഥിയെ സൽക്കരിക്കൽ, അയൽപക്കക്കാരനോട് മാന്യമായിട്ട് പെരുമാറൽ, തൊട്ടടുത്തിരിക്കുന്നവനോട് ഏറ്റവും നന്നായി സഹവസിക്കൽ, അതൊക്കെയാണ് ഈമാൻ. അതൊക്കെയാണ് ഈമാൻ. അതുകൊണ്ട് നിങ്ങൾ ഈമാൻ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചുകളി നടത്തിയിട്ട് കേവല അവകാശവാദങ്ങൾ നടത്തിയിട്ട് നിങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന് ഇവിടെ നിന്നിട്ട് വേണം നമ്മൾ പ്രവാചകന്മാരെയൊക്കെ പഠിക്കാൻ. പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിലേക്കൊക്കെ പോയത്. ഇബ്രാഹിം നബിയെ പഠിക്കാൻ പറയുമ്പോ ദുൽഹജ്ജില് ഇസ്മായിലിനെ വലിയ അർത്ഥത്തിട്ടുണ്ട്. ഹാജറയെ സഫാ മർവയ്ക്കിടയിൽ പായിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ലൂത്ത് നബിയെയും കൂട്ടി ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്തിന്? എന്തായിരുന്നു ഇതൊക്കെ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ നിർവഹിച്ച ദൗത്യങ്ങൾ എന്തായിരുന്നു? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിനെ പറയൂ, ഇബ്രാഹിമിനെ കുറിച്ച് ആലോചിക്കൂ, ഇബ്രാഹിമിനെ കുറിച്ച് പ്രഖ്യാപിക്കൂ, ഇബ്രാഹിമിനെ കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കൂ. എന്തിന്? ആ പ്രവാചകൻ നിങ്ങൾക്ക് ധാരാളം ചിത്രങ്ങൾ നൽകുന്നുണ്ട്.
അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞൊന്നും കൂടി ഓർമ്മിപ്പിക്കുക. കേവലം ഒരു സമുദായത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൗമിന്. പക്ഷെ നിങ്ങളൊരു ഉമ്മത്താണെങ്കിൽ, ഇബ്രാഹിം നബി ഉമ്മത്ത് എന്ന് ഖുർആൻ വിശേഷിച്ചു. കൗമ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം, അജണ്ടകളില്ലാത്ത, അളവുകളില്ലാത്ത, അതിരുകളില്ലാത്ത, കോമ്പൗണ്ടും ഫ്രൈമും ഒന്നും ഇല്ലാത്ത സംവിധാനത്തിലാണ് കൗമ് എന്ന് പറയാം. എല്ലാം കൂടിയത് അവിയൽ സാധനങ്ങൾ. ഉമ്മത്ത് എന്ന് പറയുന്നത് അതല്ല. കൃത്യമായ ടൈം ടേബിളുള്ള, കൃത്യമായ ഫ്രെയിമുള്ള, അജണ്ടകളുള്ള, വളരെ വളരെ നിഷ്ഠയോടുകൂടി കാര്യങ്ങളെ വർക്ക് ചെയ്ത് പ്രയോഗിക്കുന്നവനാണ്, സമുദായത്തിലാണ് ഉമ്മത്ത് എന്ന് പറയാം. ഇബ്രാഹിം നബിയെ ഖുർആൻ ഒരിടത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്, കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. അദ്ദേഹം ഉമ്മത്തായിരുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് പറയണ, ഒരു വ്യക്തി എന്നല്ല പറഞ്ഞു, ഒരു സമുദായം, ഒരു സമൂഹമായിരുന്നു അദ്ദേഹം. പ്രത്യേകമായ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ വിളിക്കുകയും പ്രബോധനം ചെയ്യുകയും പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കൗമെന്ന് മാറിയിട്ട് നിങ്ങൾ ഉമ്മത്താകും. നിങ്ങൾ ഉമ്മത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്കൊരു പ്രസ്ഥാനം വേണ്ടി വരും, നമ്മൾ പ്രവർത്തകരാകേണ്ടി വരും, നമ്മൾ പല ദൗത്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. നിസ്കരിക്കലൊന്നും ഒരു ദൗത്യമല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട, അതിലേക്കൊന്നും ഞാൻ പോണില്ല. നമസ്കരിക്കലും നോമ്പെടുക്കലൊക്കെയാണ് ദൗത്യം എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്യാനുള്ള വർക്കിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശീലനങ്ങളും നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളുമാണ്. നമ്മൾ നിസ്കരിക്കലാണ് വലിയ പണിയെന്ന് വിചാരിക്കുകയാണ്, നിസ്കരിക്കലാണ് വലിയ പണിയെന്ന് വിചാരിക്കുകയാണ്. നിസ്കരിക്കൽ വലിയ പണി തന്നെ കേട്ടോ. നിസ്കരിക്കാൻ സന്നദ്ധനല്ലാത്തവന് ഭയങ്കര പണി. ഇന്നഹാല കബീറ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം. അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്ന് ഭയമുള്ളവർക്ക് മാത്രമാണ് വളരെ ലളിതമായ ഈ പ്രക്രിയ എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഭാരമുള്ളൂ. വന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ അതിന്റെ ഓരോ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ മതി. അതിലേക്ക് ഞാനിപ്പോൾ കടന്നു പോണില്ല. നമസ്കാരം കൊണ്ട് തടി കഴിച്ചിലാക്കാം, നോമ്പെടുത്തിട്ട് രക്ഷപ്പെട്ട് കളയാം, ഹജ്ജ് ചെയ്തിട്ട് രക്ഷപ്പെട്ട് കളയാം. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിലെ വ്യക്തികളെയും അതിന്റെ സംവിധാനങ്ങളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മഹത്തരമായ ദൗത്യങ്ങളിലേക്ക് വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ടിയുള്ള, അതിൽ അടിയുറപ്പിച്ച് നിർത്തുന്നതിനും വേണ്ടിയുള്ള പഠന പരിശീലന പ്രയോഗങ്ങളാണ് നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള സർവകാര്യങ്ങളും. നമ്മളതിനേക്ക് അനുഷ്ഠാനമാക്കി, ആധാരമാക്കി മാറ്റി. ഒരു ഡോക്ടറുണ്ട് കരുതിക്കൊണ്ട്, ഡോക്ടറെ MBBS ഡിഗ്രിയൊക്കെ എടുത്ത് അങ്ങനെ മുമ്പ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. പക്ഷെ മുമ്പ് ആരും ചികിത്സിക്കൂല, ഒരു രോഗത്തിനും മരുന്ന് കൊടുക്കൂല. പക്ഷെ മുമ്പരെ കണ്ടാൽ മക്കരത് ഡോക്ടറാണെന്ന്. ഡോക്ടറുടെ നല്ല കോട്ട് മുമ്പർക്കുണ്ട്, സ്റ്റെതസ്കോപ്പ് ഉണ്ട്, നല്ല സ്ഥാപനം ഉണ്ട്. പക്ഷെ ഒരാളും മുമ്പര പണി ചെയ്യില്ല. 6 കൊല്ലം മുമ്പരെ പഠിപ്പിച്ചത് എന്തിനാ? PGക്ക് പറഞ്ഞയച്ചത് എന്തിനാ? യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ടത് എന്താ? പഠിച്ചു കഴിഞ്ഞാൽ ആ പണി നിർവഹിക്കണം. അയാൾ ആളും തരം നോക്കാതെ, ഏതവനാണ് ആളെന്ന് നോക്കാം, രോഗിയാണോ ചികിത്സ കൊടുക്കണം, ഏത് സമയത്തും കൊടുക്കണം. സ്വയം ആരോഗ്യമുള്ള, അത് നിർവഹിക്കാൻ അവന് കരുത്തും സൗകര്യമുള്ള ഘട്ടത്തിൽ ഒരാൾക്ക് പോലും അത് തടയാതെ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ നമ്മൾ ഡോക്ടറാക്കിയിട്ടുള്ളത്. അതിന് പകരം മൂപ്പര് ഡോക്ടറെ ബോർഡൊക്കെ വെച്ച് കുപ്പായൊക്കെ ഇട്ട് കസേരയിൽ ഇരിക്കുകയാണ്, ഒരു പണി ചെയ്യണില്ല. എന്നതുപോലെയാവും എന്ത് ഈ പരിപാടി. പോലീസുകാരൻ നിയമം നടത്തേണ്ട ആളാണ്. കാക്കിയൊക്കെ ഉണ്ട്, മടലൊക്കെ ഉണ്ട്, തൊപ്പിയൊക്കെ ഉണ്ട്, ലാത്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സംഗതിയിലും മൂപ്പർ ഇടപെടൂല. നമ്മൾ ഗവൺമെന്റ് നമ്മളൊക്കെ കൂടി പഠിപ്പിച്ച് പാകപ്പെടുത്തി നിയമ സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടി ഏൽപ്പിച്ച ആളാണ്. അയാൾ എന്ത് ചെയ്യുന്നു? നിയമ സംവിധാനങ്ങളെ നിലനിർത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ അടിവേരറുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പോലും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ പോലീസുകാരൻ? ഒരു മുസ്ലിം വ്യക്തി എന്ന് പറയുമ്പോൾ സ്കാരം നോമ്പ് ഹജ്ജൊക്കെ ഉണ്ട്, പക്ഷേ പ്രബോധകനല്ല, പ്രവർത്തകനല്ല. പ്രവാചകന്മാരുടെ പ്രഖ്യാപനങ്ങളെ പ്രയോഗിക്കാൻ തീരുമാനിച്ചവനല്ലെങ്കിൽ അതിന് വേറെ ഗുരുതരമായ കുറെ തലങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. അതിലൂടെയാണ് ലോക മുസ്ലിം മുമ്പത്തും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം രോഗികളായി, ഡോക്ടർ തന്നെ രോഗിയായി മാറി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അവസ്ഥ? ഡോക്ടറെ ഇരുന്ന് പ്രാക്ടീസും ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം, മൂപ്പര് ഡോക്ടറാന്ന് പറഞ്ഞിട്ടിരുന്നു, പിന്നെ അവസാനം രോഗം വന്ന് മൂപ്പരെ തന്നെ മൂടി. ഡോക്ടർ നവീകരിച്ചുകൊണ്ടിരിക്കണമല്ലോ. വരുന്ന രോഗങ്ങളും എന്താണെന്നൊക്കെ തിരിച്ചറിയണമല്ലോ. ഇതുപോലും അറിയാതെ എല്ലാ രോഗങ്ങളും പിടിപെട്ട രോഗികളായി മാറുന്നത് പോലെ. കാരണം ഈ ദൗത്യങ്ങൾ ഏറ്റെടുക്കാത്തോണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. പറഞ്ഞതിന്റെ ചുരുക്കം,
ഹജ്ജ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധകനും പ്രവാചകനും അതിന്റെ പ്രചാരകരും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് പഠിക്കാൻ എന്നോട് നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. കരുണാഭാരതി അല്ലാഹു നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാനും ഏറ്റെടുക്കാനുള്ള കരുത്തും കഴിവും അറിവും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഹജ്ജും ഇബ്രാഹിം നബിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പ്രത്യേകമായി സൂക്ഷിക്കണം, പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും മറന്നും പോസിയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഹജ്ജൊക്കെ പവിത്രമായ മാസങ്ങളാണ്. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ട മാസങ്ങളാണ്. അതുപോലെ തന്നെ ഉളുഹിയ്യത്തുണ്ട്. അതിനൊക്കെ നിയ്യത്ത് വെക്കുകയും അതിലൊക്കെ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് നമ്മൾ നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ തുടക്കം കുറിക്കുകയൊക്കെ ചെയ്യേണ്ട സമയങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വീട്ടിലും കുടുംബത്തിലും ഒക്കെ ചർച്ച ചെയ്ത് പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളാണ്. ഇതിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് എന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കാനും എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടൊക്കെ സംഭവിച്ച തെറ്റുകൾ കരുണാവാരിധിയായ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും സഹോദരിമാരും മക്കളുമൊക്കെ പുറപ്പെട്ടുകൊണ്ടിരിക്കും. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്യാനുള്ള വഴികൾ തുറന്ന് സൗകര്യങ്ങൾ ചെയ്ത് അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ, അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ. ഹജ്ജും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമൊക്കെ അതിൻ്റെ പൂർണ്ണ സ്വഭാവത്തിൽ തിരിച്ചറിവോടുകൂടി നിർവഹിക്കാനും തിരിച്ചു വരാനും തങ്ങളിൽ അർപ്പിതമായ ചുമതലകളൊക്കെ നിർവഹിക്കാനുള്ള അറിവും കഴിവും അവർക്കും ഞങ്ങൾക്കും ഒക്കെ നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. ഹജ്ജ് ചെയ്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ടോ? എന്തിനായിരുന്നു ഹജ്ജ് ചെയ്തിട്ടെന്താണ് നമ്മളിൽ ഉണ്ടായത്? ആത്മവിചാരണയും വിശകലനമൊക്കെ നടത്തി ഹജ്ജിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നന്മകളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ നൽകി ഞങ്ങളെയൊക്കെ നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സന്ദർശിക്കാനും ആ കർമ്മം നിർവഹിക്കാനൊക്കെ അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള അവസരം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ച എല്ലാ പാളിച്ചകളും ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ ഞങ്ങൾക്ക് ദൂരീകരിച്ച് തരണേ റഹ്മാനെ. വലിയ രോഗങ്ങളും മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. ഏറ്റവും നല്ലത് നൽകി ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്ത് സംഘർഷഭരിതമായ ഭയത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. യുദ്ധാവസ്ഥകൾ, ഭീകരാക്രമണങ്ങൾ, അല്ലാഹുവേ നിർഭയത്വവും സമാധാനമൊക്കെ ഉള്ള നാടാക്കി ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അനാവശ്യമായി ഒരു കാര്യമില്ലാതെ ഞങ്ങളുടെ നാടിനെയും അതിൻ്റെ സംവിധാനങ്ങളെയൊക്കെ എതിർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നവരാരാണോ അവരെ നീ തകർക്കടേ തമ്പുരാനെ. അവരുടെ തന്ത്രങ്ങൾ നീ പൊളിക്കടേ തമ്പുരാനെ. ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് കപടന്മാരും കള്ളന്മാരും ഒക്കെ ഉള്ളതെങ്കിൽ, ഈ നാട്ടിലെ മനുഷ്യരെ വഞ്ചിക്കുന്നവരാണ് ഞങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ, അല്ലാഹുവേ അവരെയും നീ ശിഥിലീകരിക്കണേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങളെ നീ പൊളിച്ചു കളയണേ തമ്പുരാനെ. സാഹോദര്യവും സഹവർത്തിത്വവും സമാധാനവും ഒക്കെ ഉള്ള അന്തരീക്ഷം നൽകി ഞങ്ങളുടെ നാടിനെ നീ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنه مأواهم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا لا تجعل في قلوبنا الا للذين امنوا. ربنا انك رؤوف رحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصرنا يا رب العالمين. اللهم ارحمنا يا رب العالمين. اللهم انصر إخواننا المسلمون في فلسطين
اللهم انصر إخوان المسلمون في غزة، اللهم انصرهم، اللهم أعزهم، اللهم يسر أمورهم واشرح صدورهم، اللهم انصرهم يا رب العالمين، اللهم انصرهم على القوم السيئين المحتلين، اللهم انصرهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله. صلى الله على محمد صلى الله عليه وسلم.